പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ചൈനയിൽ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കാൻ ഏറ്റവും നന്നായി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ഹഡ്സൺ ടെയ്ലർ. ക്രിസ്തുമത വിശ്വാസം നിരോധിക്കപ്പെട്ടിരുന്ന ചൈനയിൽ ഒട്ടും എളുപ്പമായിരുന്നില്ല ക്രിസ്തീയ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത്. സുവിശേഷ പ്രചരണത്തിന് ചിന്തിക്കാൻ കഴിയാത്ത വണ്ണം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വന്ന സ്ഥലമാണ് ചൈന എന്ന് പറയുന്നത്. എന്നാൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷവുമായി ചൈനയിലേക്ക് പോകാൻ തയ്യാറായി വന്ന മിഷണറിമാരെ ഹഡ്സൺ ടെയ്ലർ വിളിച്ച് ക്രിസ്തീയമായ പ്രത്യാശയെക്കുറിച്ചും പ്രതിസന്ധികളിലും കഷ്ടതകളിലും സഹനങ്ങളിലും തളർന്നു പോകാതെ ദൈവാത്മാവിൽ നിലനിൽക്കേണ്ടതിനെ കുറിച്ചും അദ്ദേഹം നന്നായി ക്ലാസ് എടുക്കുകയാണ്. മിഷണറിമാർ തങ്ങളുടെ ആകുലതകളും ഉത്കണ്ഠകളുമെല്ലാം ഹഡ്സൺ ടെയ്ലറിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആദിമകാലം മുതലേ ക്രിസ്തുമത വിശ്വാസം പ്രചരിപ്പിക്കാൻ കടന്നു പോയിരിക്കുന്ന സകലർക്കും പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കഠിനമായ പീഡകൾ, ക്രൂരമായ മർദ്ദനങ്ങൾ, പരിഹാസങ്ങൾ, ജയിൽവാസം, രക്തസാക്ഷിത്വം ഇവയെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവരാരും ക്രിസ്തുമത വിശ്വാസങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിപ്പോകാൻ കൂട്ടാക്കിയില്ല. ക്രിസ്തുവിനു വേണ്ടിയും അവന്റെ സുവിശേഷത്തിനു വേണ്ടിയും അവർ തങ്ങളുടെ ജീവനെ പൂർണ്ണമായി സമർപ്പിച്ചു. ചൈനയിലേക്ക് സുവിശേഷ പ്രചരണത്തിനായിട്ട് പോകാൻ തയ്യാറായ മിഷണറിമാരോട് ഹഡ്സൺ ടെയ്ലർ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കൂ. ഹഡ്സൺ ടെയ്ലറിൽ നിന്ന് കേൾക്കാൻ കൗതുകപൂർവ്വം കാതുകൂർപ്പിച്ചിരിക്കുന്ന മിഷണറിമാരുടെ മുമ്പിൽ അദ്ദേഹം ഒരു കോപ്പയിൽ വെള്ളമെടുത്ത് മേശമേൽ വെച്ചു. ഒട്ടും താമസിയാതെ അതിശക്തമായി 2 കരങ്ങളും കൊണ്ട് മേശമേൽ അടിച്ചു. ഉടനെ ഈ കോപ്പയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തൂകിപ്പോകുന്നതായിട്ട് എല്ലാവരും കണ്ടു. മേശമേൽ ഹഡ്സൺ ടെയ്ലർ അടിക്കുമ്പോൾ ഈ പാത്രം ഒന്ന് കുലുങ്ങിയെങ്കിലും അത് യഥാസ്ഥാനപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അതിൻ്റെ അകത്തുണ്ടായിരുന്ന വെള്ളം പുറത്തേക്ക് തൂകിപ്പോകാനിടയായി. ഹഡ്സൺ ടെയ്ലർ തന്റെ മുമ്പിലിരിക്കുന്ന മിഷണറിമാരോട് പറഞ്ഞു, ഉള്ളിലുള്ളതേ പുറത്തേക്ക് വരൂ. ചൈനയിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിഷമതകൾ, ക്രൂരമായ മർദ്ദനങ്ങൾ, ജയിൽവാസം ഇതെല്ലാം സ്വാഭാവികമാണ്. എന്നാൽ യേശുവിനോടും അവന്റെ സുവിശേഷത്തോടുമുള്ള നിങ്ങളുടെ താല്പര്യവും അത് പ്രചരിപ്പിക്കാനുള്ള സന്നദ്ധതയും മുഖാന്തരം നിങ്ങൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ പീഡനങ്ങളും വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക. പക്ഷെ ഒരിക്കൽ പോലും എത്രമാത്രം ക്രൂരത ആഞ്ഞടിച്ചാലും, പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റ് നിങ്ങളുടെ മുന്നിൽ ശക്തമായാലും, നിങ്ങളുടെ ഉള്ളിലുള്ളത് മാത്രമേ പുറത്തു വരാവൂ. നിങ്ങളുടെ ഉള്ളിലുണ്ടാകേണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കണം. ദൈവവചനത്തിന്റെ ആഴവും പരപ്പും വിസ്തൃതിയുമായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരേണ്ടത്. പ്രതിസന്ധികൾ എത്ര കഠിനമായി കൊള്ളട്ടെ, ചുറ്റുപാടുകൾ എത്രമാത്രം പ്രതികൂലമായി കൊള്ളട്ടെ, മിഷണറിമാരെന്ന നിലയിൽ, കർത്താവിൻ്റെ അഭിഷിക്തരെന്ന നിലയിൽ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമായിരിക്കണം. സ്നേഹമുള്ളവരെ, അനുദിന ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒത്തിരി
പ്രാതികൂല്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് വിഷമതകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. വേദനയുടെ ആഴങ്ങളെ കവച്ചു വെക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ക്രിസ്തുവിന്റെ അനുയായി എന്ന നിലയിൽ, ആ പ്രതിസന്ധിയുടെ സമയങ്ങളിലെല്ലാം, പ്രതികൂലതയുടെ മധ്യയെല്ലാം നമ്മിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹം സ്ഫുരിക്കുന്ന വാക്കുകൾ മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ. ക്രിസ്തുവിന്റെ അനുയായികളെ സമൂഹം വിലയിരുത്തുന്നത് നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളെ മാനദണ്ഡമാക്കിയും കൂടിയാണ്. നമ്മുടെ പെരുമാറ്റം, നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി, ഇതെല്ലാം ക്രിസ്തുവിന് യോജിക്കുന്നതായിരിക്കണം. ആ സ്നേഹത്തിൻ്റെ ഭാഗവാക്കുകളാകാൻ, ആ സുവിശേഷത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി തീരാൻ അങ്ങനെ നമുക്ക് സാധിക്കണം. ഹഡ്സൺ ടൈലർ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം മാത്രമേ പുറത്തേക്ക് വരാവൂ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷകരമായ ഒരു പ്രഭാതകാലവും അനുഗ്രഹങ്ങളും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.